പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ രക്തത്താഴ്ചയും ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യേശുവേ യേശുവേ അങ്ങേക്ക് സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവേ അങ്ങേക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തത്താഴ്ചയും യേശുവിൻ അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹമേറിയ ഈ സന്ധ്യവേളയിൽ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ അല്പനിമിഷം നിങ്ങളോടൊപ്പം ചില സമയങ്ങളിൽ ചിലവഴിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ ഞാൻ നേരുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുമ്പോൾ വളരെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലായിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കാൻ വകയുണ്ട്. എന്നാൽ പുതിയ വർഷം ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയരെ, നമ്മളുടെ ആരുടെയും പുണ്യപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ ഒന്നും കണ്ടുകൊണ്ടല്ല, പിന്നെയോ ആ കാൽവറി ക്രൂസിലെ സ്നേഹം, ദൈവത്തിന് നമ്മളുടെ കരുതൽ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന വിധങ്ങളാണിതൊക്കെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് ഈ സന്ധ്യവേളയിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വഴിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോടൊരു വലിയ വിഷയമായി എടുത്ത് സംസാരിക്കുവാൻ വേണ്ടി അല്ല ആക്ച്വലി ഈ സമയം ഞാൻ ചിലവഴിക്കുന്നത്. അല്പനിമിഷങ്ങൾ മാത്രം, അതായത് 2020 ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വളരെയേറെ സംഭവങ്ങൾ നമുക്ക് മുൻപിലായി കടന്നു പോകുന്നു. എന്ന് പറഞ്ഞാൽ സംഭവബഹുലമായ ഒരു ലോകത്തിലായിരുന്നു നാം എല്ലാവരും. എന്നാൽ ഒരു പുതിയ വർഷം, വളരെയേറെ കഷ്ടങ്ങളുടെ നടുവിലായിരുന്നു നാം കഴിഞ്ഞ വർഷം മുഴുവനും. എന്നാൽ ഇതൊക്കെയും മാറി പുതിയ വർഷത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നാം സന്തോഷത്തോടു കൂടി തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തണം, കർത്താവിനെ ആരാധിക്കണം. ചില നിമിഷങ്ങൾ, ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഓൺലൈനിലുള്ളത് എന്നത് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിയ വേളയിൽ ഈ സന്ധ്യവേളയിൽ അപ്പച്ചൻ്റെ സന്നിധാനത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നുപോയി. പുതിയ വർഷം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, വളരെയേറെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലായിരുന്നു കഴിഞ്ഞൊരു വർഷക്കാലം എന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെങ്കിലും പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. അല്പനിമിഷം കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കാൻ കർത്താവെ അടിയാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ലഭിക്കുന്ന സമയം അത് അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരും ഒരുക്കണം. അതിനുവേണ്ടി കർത്താവെ, കേൾവിക്കാരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞാരും രക്ഷകൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ ഈ ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ അഡ്മിന്മാർക്കും, അതുപോലെ തന്നെ കർത്താവിൽ ബഹുമാന്യരായ ശ്രേഷ്ഠദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പുതുവർഷാശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, 2020 ஆண்டு நம்மை விட்டு கடந்து போயிட்டு, ஆனால் புது வருடம் தேவனாகிய கர்த்தர் நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? கடந்த ஒரு வருடம் கஷ்டங்களுடையும் பிரச்சனைகளுடையும் அநேக ப்ராப்ளம்ஸ் நாம் ஃபேஸ் பண்ணியிருக்கிறோம். ஆனாலும் தேவனாகிய கர்த்தர் தாமே இந்த நாளில் நம்மை ஜீவனோடு வைத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? கர்த்தருடைய பிள்ளைங்களே, புது வருடம் நமக்கு அனைவருக்கும்
ஒவ்வொருவருக்கும் ஆசீர்வாதமாக மாறட்டும். நம்ம மேல் இருக்கிறதான அனைத்து சாபங்களும் மாறிப்போட்டு இயேசுவின் நாமத்தினாலே நம்ம செபிக்கும் பொழுது கர்த்தர் நெற்றியாக ஆசீர்வாதங்களை கொண்டு நம்மளை நிறைக்கும்படியாக கர்த்தருடைய சமூகத்தில் நம்ம அர்ப்பணிக்கலாமா? வாருங்கள், ஒன்று சேர்ந்த தேவனை ஆராதிப்போம். கடந்த வருடம் முழுவதும் தேவனாகி கர்த்தர் நம்மை கண்மணி போல பாதுகாத்தார். பிரைஸ் தி லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, அவருக்கு நன்றி செலுத்தலாமா? எத்தனை நன்றிகளை சொன்னாலும் பத்தவே பத்தாது. ஹல்லேலூயா. ஆனாலும் ஒரு தமிழ் பாடல் ஒன்று நான் இங்கே பாட இருக்கிறேன். பிரைஸ் தி லார்ட். கர்த்தர் உங்களையும் என்னையும் ஆசீர்வதிப்பாராக. ஆமென். பிரைஸ் தி லார்ட். ஹல்லேலூயா. என்னுடைய ഒരു തമിഴ് ഗാനം പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ഈ പാട്ടിൽ എല്ലാമേ ഉണ്ട്. സത്യത്തിൽ ഈ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാകുന്നവർക്ക് അത് മനസ്സിലാകും ഇതെന്താണെന്നുള്ളത്. ഒരു വർഷം മുഴുവനും ദൈവം നമ്മെ കാത്ത് സൂക്ഷിച്ച പല വിധങ്ങളാണ് ഈ ഗാനത്തിലുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളിത് ശ്രദ്ധിക്കുക. അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷത്തെ നന്മയിനാ മുടിസൂട്ടി മകിഴ്ന്നീരേ, വരുഷത്തെ നന്മയിനാ മുടിസൂട്ടി മകിഴ്ന്നീരേ, പാതകൾ മെയ്യായി പൊഴിന്തീരേ, എല്ലാ വാതകൾ നീക്കി മകിഴ്ന്നീരേ, ആറുതലേ ആരുയിരേ ആയുളെല്ലാം കാപ്പവരേ, ആറുതലേ ആരുയിരേ ആയുളെല്ലാം കാപ്പവരേ, ഒരു കുറവില്ലാமல் കാത്തു വந்தீரே, கோடி ஸ்தோத்திரமே. என்னை அதிசயமாக நடத்தி வந்தீரே, 1000 ஸ்தோத்திரமே, 10,000 ஸ்தோத்திரமே. என்னை முன்சின் பயணத்தை காத்தீரே, என் முன்னே சென்றீரே, பயணத்தை காத்தீரே, மகிமையால் மூடிக்கொண்டீரே, என் குடும்பத்தை காத்து வந்தீரே, மகிமையால் மூடிக்கொண்டீரே, என் குடும்பத்தை காத்து வந்தீரே, ஆறுதலே ஆருயிரே ஆயுளெல்லாம் ஆமென் காப்பவரே, ஆறுதலே ஆருயிரே ஆயுளெல்லாம் ஆமென் காப்பவரே, ஒரு குறைவில்லாமல் காத்து வந்தீரே, கோடி ஸ்தோத்திரமே. என்னை அதிசயமாக நடத்தி வந்தீரே, 1000 ஸ்தோத்திரமே, 10,000 ஸ்தோத்திரமே. என் விளக்கே ஏற்றினீரே, இருளை அகற்றினீரே, எதிரியின் கண்கள் முன்பாக என் தலையே நிமிரச் செய்தீரே, எதிரியின் கண்கள் முன்பாக என் தலையே நிமிரச் செய்தீரே, ஆறுதலே ஆருயிரே ஆயுளெல்லாம் க்ளோரி காப்பவரே, ஆறுதலே ஆருயிரே ஆயுளெல்லாம் ஆமென் காப்பவரே, ஒரு குறைவில்லாமல் காத்து வந்தீரே, கோடி ஸ்தோத்திரமே. என்னை அதிசயமாக நடத்தி வந்தீரே, 1000 ஸ்தோத்திரமே.
10,000 ஸ்தோத்திரமே. உள்ளம் கைகளிலே என்னை வரைந்து வைத்தீரே. நீரே என் தாசன் என்றீரே, உன்னை எப்படி மறப்பேன் என்றீரே. நீரே என் தாசன் என்றீரே, உன்னை எப்படி மறப்பேன் என்றீரே. ஆறுதலே ஆருயிரே, ஆயுளெல்லாம் அம்மே காப்பவரே. ஆறுதலே ஆருயிரே, ஆயுளெல்லாம் ഗ്ലോറി காப்பவரே. ஒரு குறைவில்லாமல் காத்து வந்தீரே, கோடி ஸ்தோத்திரமே. என்னை அதிசயமாக நடத்தி வந்தீரே, 1000 ஸ்தோத்திரமே. 10,000 സ്തോത്രമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഒരു വർഷക്കാലം കഴിഞ്ഞ ഒരു വർഷം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം നമ്മെ കൺമണി പോലെ പാതുകാത്തുകൊണ്ടാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഓരോ ദിവസങ്ങളും കർത്താവ് നമ്മെ പോറ്റി പുലർത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയിലും ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ആയിരങ്ങൾ നമ്മളെപ്പോലെ ജീവിക്കാം ആഗ്രഹിച്ചവർ പലരും, അനേക സമശിഷ്ടങ്ങളായിരുന്നവർ, അനേക മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് നമ്മെ കാത്തു സൂക്ഷിച്ചു. ആ ദൈവത്തിന് ഇന്ന് നമുക്ക് നന്ദി പറയണ്ടേ? ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ ദയവല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരുടെയെങ്കിലും പുണ്യപ്രവൃത്തികളോ, നമ്മളുടെ നീതി പ്രവൃത്തികളോ, നമ്മുടെ അന്തസ്തോ അഭിമാനമോ, നമ്മളുടെ സ്വത്തോ സുഖമോ, നമ്മുടെ പഠിപ്പോ ഡിഗ്രിയോ ഒന്നുമല്ല നമ്മളെ നിലനിർത്തിയിരുന്നത്. ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന അരുമനാഥൻ്റെ സ്നേഹം ഒന്ന് മാത്രമായിരുന്നു. നമുക്കറിയാം ദൈവമക്കളെ, ഒരു കൊറോണ ഈ ലോകത്തിലേക്ക് ഒന്ന് വന്നപ്പോൾ, ഒരു ചെറിയ വൈറസ് വന്നപ്പോൾ ലക്ഷങ്ങൾ മരണമടഞ്ഞില്ലേ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ സ്നേഹിച്ചവരും നമ്മളെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴും നമ്മെ സ്നേഹിച്ചു കൊണ്ടിരുന്ന, നമ്മെ കരുതുന്ന നമ്മുടെ പിതാവ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മിക്കുവാനുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ ഈ നിമിഷങ്ങളെ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ആകയാൽ നമ്മെ സ്നേഹിക്കുന്ന പിതാവിന് നമുക്ക് നന്ദി പറയണ്ടേ? നമുക്ക് സ്തുതിക്കണ്ടേ? കർത്താവിനെ നമുക്ക് ആരാധിക്കണ്ടേ? ഹല്ലേലൂയ. ദൈവമക്കളെ, അല്പനിമിഷം തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രതികൂലങ്ങളിൽ ആശ്വാസദായകൻ. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങളിൽ ആശ്വാസദായകൻ. നമുക്ക് അതിനാധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ദൈവമക്കളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളെ ഞാനിവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഒരു വലിയ വിഷയമായിട്ട് എടുത്ത് സംസാരിക്കാനല്ല, ആരും ഭാരപ്പെടേണ്ട, വലിയൊരു പ്രസംഗത്തിന് വേണ്ടിയല്ല. എന്നാൽ ചില നിമിഷങ്ങൾ മാത്രം കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർമ്മിക്കുവാൻ മാത്രം നമ്മൾ ഒരുക്കിയ ഒരു നല്ല നിമിഷങ്ങളാണ്. നിങ്ങൾ എന്നോടൊപ്പം നിങ്ങൾ സ്തോത്രത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നാൽ, ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നന്മകളിലൂടെ ദൈവം നിങ്ങളെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളെ ഞാനിവിടെ വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ വായിച്ചു കേട്ടതായ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അനേക ആവർത്തികൾ
നാളുകൾ നാം കേട്ടിട്ടുള്ള വേദഭാഗമാണിത്. അതുകൊണ്ട് നമുക്കിതേക്കുറിച്ച് വളരെ വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവമക്കളെ, ഗെനസരത്ത് എന്ന് പറയുന്ന തടാകത്തിൻ്റെ കരയിൽ അതായത് മീൻപിടിക്കക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നാൽ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്നാൽ 2 പടകുകൾ അവിടെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിൽ ആ സമയം കർത്താവായ യേശു ആ ഗെനസരത്ത് തടാകത്തിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, അവിടെ കർത്താവ് കടന്നു വന്നിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് കർത്താവ് നോക്കുമ്പോൾ 2 പടവുണ്ട്. എന്നാൽ ഒരു പടവ് അത് ശീമോനുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ആ ശീമോനുള്ള പടവിൽ കയറി ഇരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. 2 പടവ് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ മീൻ പിടിക്കാർ ഈ വല കഴുകുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആ പടകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് ശീമോനോട് കർത്താവ് പറയുക. ഈ ബോട്ട് അല്ലെങ്കിൽ ഈ പടകിനെ അല്പം ഒന്ന് നീക്കണമേ എന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ അതുപോലെ തന്നെ ശീമോൻ ചെയ്യുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ നമുക്കിങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. ദൈവമക്കളെ, അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ചു തീർന്നപ്പോൾ അപ്പോൾ തന്നെ അവിടെ പുരുഷാരമുണ്ടായി. അപ്പോൾ തന്നെ കർത്താവ് വചനം സംസാരിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ ശീമോനെ നോക്കി കർത്താവ് ഒരു കാര്യം ശീമോനോട് പറയുകയാണ്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് ശീമോനോട് പറയുകയാണ്, ഡയറക്റ്റ് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ശീമോനോട് പറയുക, ആഴത്തിലേക്ക് നീക്കി ഹല്ലേലൂയ മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ. കാരണം കർത്താവ് നോക്കി നിൽക്കുകയായിരുന്നു. ഇവർ വല കഴുകിക്കൊണ്ടിരിക്കുന്ന അത് കർത്താവ് കണ്ടതാണ്. എന്നാൽ അതിന് കണ്ടതിന് ശേഷമാണ് കർത്താവ് പടവിൽ കയറി ഇരിക്കുന്നതും. എന്നാൽ അതിനുശേഷം കർത്താവ് ശീമോനോട് പറയുക, ആഴത്തിലേക്ക് കൊണ്ടുപോയി വലയിറക്കുവിൻ എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് ശീമോൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, ഇവിടെ ഹല്ലേലൂയ ശീമോൻ പറയുകയാണ്, നാഥാ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവവൈതലേ, ആ ശീമോൻ്റെ ഹൃദയത്തിൻ്റെ ആഴം, ശീമോൻ്റെ ഹൃദയം അല്ലെങ്കിൽ ശീമോൻ്റെ മനസ്സ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അരുമനാഥന് വ്യക്തമായിട്ടും അറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനിനെ പോലും ലഭിക്കാതെ ഹല്ലേലൂയ താൻ വല കഴുകിക്കൊണ്ടിരിക്കുക. തൻ്റെ ജീവിതത്തിൽ തൻ്റെ അധ്വാനത്തിൽ ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ താൻ ആകെ നിരാശനാണ്, താൻ ആകെ വേദനയിലാണ്, താൻ ആകെ ദുഃഖത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ എന്താണ് താൻ പറയേണ്ടുന്നത്, അവിടെ എന്ത് ചെയ്യും എന്നുള്ള ചില ചിന്തകൾ ഹല്ലേലൂയ ദൈവമക്കളെ ഈ ശീമോനെ അലട്ടിക്കൊണ്ടിരിക്കുക. ഇതിനിടയിലാണ് യേശു കർത്താവ് അവിടെ കടന്നു വരുന്നത്. യേശു കർത്താവ് ഹല്ലേലൂയ ശീമോനോട് പറയുക, പടകിൻ്റെ വലതുപുറമായി പോയി വലയെ വീശയെന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ശീമോൻ പറഞ്ഞ മറുപടി വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, தமிழ் பைபிள் இப்படித்தான் சொல்லப்படுகிறது. ஐயரே, ராம் முழுவதும் கஷ்டப்பட்டேன், ஒன்றும் ஆக்கப்படவில்லை. ஹல்லேலூயா. ஆனாலும் உம்முடைய வாக்கினை நான் கீழ்ப்படுகிறேன் என்றுதான் ஹல்லேலூயா இங்கே பேதுரு சீமோன் சொல்லப்படுகிறதா. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഹല്ലേലൂയ താൻ പറയുകയാണ്. അവർ അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവമക്കളെ, പെരുത്ത മീൻകൂട്ടം അവിടെ അകപ്പെടുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 153ഓളം പെരുത്ത മീൻകൂട്ടമാണ് ഉണ്ടായത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ. ദൈവമക്കളെ, ശീമോൻ ഹല്ലേലൂയ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. എന്നാൽ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടമുണ്ടായി. ഞാൻ നിങ്ങളോട് ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ ദൈവമക്കളെ. ഈ ഗന്നസരത്ത് തടാകത്തിൻ്റെ അരികിൽ എത്രയോ പ്രാവശ്യങ്ങൾ ഈ മീൻ പിടിക്കുവാനായിട്ട് ഈ ശീമോൻ അവിടെ വന്നിട്ടുണ്ട്. ശീമോൻ അറിയാം ഏകദേശമൊക്കെ ഈ മീനുകൾ എവിടേക്കാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അധികമായി വരുന്നുള്ളത് നന്നായിട്ട് അറിയാം ശീമോന്. ഹല്ലേലൂയ. കാരണം അവരുടെ തൊഴിലും അത് തന്നെയല്ലേ. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ടും അറിയാം ദൈവമക്കളെ. എന്നാൽ ശീമോൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മീൻ പോലും ലഭിക്കാതെ ആയപ്പോൾ താൻ വളരെയേറെ നിരാശനായി. പ്രിയരെ, ഹല്ലേലൂയ, താൻ വളരെയേറെ
നിരാശനായി, താൻ എംപ്റ്റി ആയി നിൽക്കുന്ന അവസ്ഥ, തൻ്റെ കയ്യിൽ ഒന്നുമില്ല, താൻ ആകെ കൂടെ താൻ വെറുമയായി എന്ന് പറഞ്ഞ് തമിഴിൽ വെറുമി എന്നാണ് പറയുന്നത് ദൈവമക്കളെ. താൻ ആകെ എംപ്റ്റി ആയി നിൽക്കുക, തൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിമോൻ യേശുവിൻ്റെ വാക്ക് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ താൻ യേശുവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ തനിക്ക് പെരുത്ത മീൻകൂട്ടമാണ് അവിടെ കയറുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രിയരെ, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ശിമോന് വ്യക്തമായിട്ടും അറിയാം. ശിമോൻ ഈ തടാകങ്ങളും അതുപോലെ അവിടെ ചുറ്റുപാടിലുള്ള കടലുകളൊക്കെ ശിമോൻ വ്യക്തമായിട്ട് അറിയാം. കാരണം അവർ മീൻ പിടിക്കുന്നവരാണ്, അതുകൊണ്ട് അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവവേദന യേശുവിൻ്റെ വാക്ക് ഹല്ലേലൂയ അനുസരിക്കുന്ന ഒരു കൂട്ടം മീനാണ് അവിടെ ഉള്ളത്. യേശു കർത്താവ് അതിനു മുമ്പേ ഈ മീനിനൊക്കെ ആജ്ഞ അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടാവാം, കമാൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഹല്ലേലൂയ. ഞാനങ്ങനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ശീമോന്റെ വല ആഴത്തിലേക്ക് ഇറക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എവിടെയായിരുന്നു ഈ മീനൊക്കെ? ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ മീനൊക്കെ എവിടെയായിരുന്നു? എന്നാൽ ഹല്ലേലൂയ വല ഇറക്കുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് ഈ മീനുകളെല്ലാം അതിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത് ദൈവമക്കളെ? വല കീറാറായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വല കീറാറായി. അപ്പോൾ തന്നെ അടുത്ത് നിന്നിരുന്ന മറ്റേ പടവും കൂടെ അവർ നിറയ്ക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത് മാത്രമല്ല, താൻ എന്താണ് ചെയ്തത്? തൻ്റെ ഹല്ലേലൂയ മറ്റുള്ള ആ സ്നേഹിതരെ കൂടെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ഓടി വരണേ, അന്നെന്നെ ഒന്ന് സഹായിക്കണേ എന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ അല്പത്തെ കൊടുത്തല്ല കർത്താവ് അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ അത് വളരെ ഹല്ലേലൂയ അനേകർക്ക് അത് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കുന്നത്. നോക്കണമേ ദൈവമക്കളെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഖിലാണ്ട ഘടാകത്തിൻ്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായിരിക്കുന്ന യേശു കർത്താവാണ് ഈ നിൽക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാ മീനും അനുസരിക്കും. കാരണം സൃഷ്ടികർത്താവാണ് ഈ നിൽക്കുന്നത്. ഹല്ലേലൂയ. മീനുകൾ പോലും അനുസരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. അങ്ങനെ 2 പടവോളം അവർ നിറച്ചെടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അത് കണ്ടിട്ട് ഹല്ലേലൂയ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പത്രോസ് പറയുക, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ ഹല്ലേലൂയ എന്നെ വിട്ടു പോകണമേ എന്ന്. നോക്കണമേ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഒരുവനിലേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ഹല്ലേലൂയ, ഒരു ഹൃദയത്തിലേക്ക് യേശുവിൻ്റെ പ്രസൻസ്, യേശു കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ കടന്നകാല ജീവിതത്തെക്കുറിച്ച് അവന് ചിന്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് അവൻ ഉണരുവാൻ കഴിയും. നമുക്കറിയാം, യെശയ്യാവ് ഒരിക്കൽ ഹല്ലേലൂയ യേശുവിൻ്റെ പ്രസൻസ് അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ യേശുവിൻ്റെ മഹിമ കാണുമ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ എന്താണ് യെശയ്യാവ് ചെയ്തത്? യെശയ്യാവ് പറയുക, അയ്യോ, ഞാൻ അശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനെന്ന് പറയുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇങ്ങനെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ മഹിമ കാണുമ്പോൾ, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ആ പ്രസൻസ് കാണുമ്പോൾ, ആ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഹല്ലേലൂയ ശീമോൻ അവിടെ കാണുമ്പോൾ താൻ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ എന്ന് ഹല്ലേലൂയ യേശു ശീമോനോട് പറഞ്ഞത് ഇങ്ങനെയാ, ശീമോനെ, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട. ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. നീ ഇനിമേൽ മീൻ പിടിക്കേണ്ട ആളല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്ന് ഹല്ലേലൂയ കർത്താവ് ശീമോനോട് പറയുക. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, അവർ ഈ ശീമോന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഹല്ലേലൂയ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യവേളയിൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ശീമോൻ ഹല്ലേലൂയ ഇവിടെ എന്താണ് സംഭവിച്ചത്? ശീമോൻ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരനുഭവമാണ് തനിക്ക് ലഭിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരട്ടി അനുഗ്രഹമാണ് 2 പടവോളം നിറച്ചെടുക്കുവാനായിട്ട് സാധിച്ചു എന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പുതുവർഷത്തിൽ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്കിന് നാം ഹല്ലേലൂയ പ്രാധാന്യം കൊടുക്കണം. കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുകയില്ല. ദൈവമക്കളെ, ഇവിടെ ശീമോനും അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടരും അല്ലെങ്കിൽ രാത്രി മുഴുവനും ദൈവത്തോട് ചോദിച്ചിട്ടല്ല അവർ മീൻ പിടിക്കാൻ പോയത്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ മീൻ പിടിക്കാൻ പോയി. പക്ഷേ അവരുടെ അധ്വാന ഫലം കൊണ്ട് ഒന്നും ലഭിച്ചില്ല. ദൈവമക്കളെ, യേശു കർത്താവ് പറഞ്ഞാൽ അത് നാം ചെയ്യണം. യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ നിശ്ചയമായും ഇരട്ടി അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശീമോൻ
കർത്താവിനെ ഹല്ലേലൂയ പിൻപറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ യേശുവിനെ അറിഞ്ഞാൽ ഹല്ലേലൂയ അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം ഏറ്റെടുത്താൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ അവൻ ടോട്ടലി ചേഞ്ച് ആകും. അവൻ്റെ ജീവിതം മാറും, അവൻ്റെ സ്വഭാവം മാറും. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരുവനിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ പേര് പോലും മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശീമോന്റെ പേര് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ കേഫ എന്ന് പറഞ്ഞാൽ പത്രോസ് എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഗ്രീക്ക് ഭാഷയിൽ പാറക്കഷ്ണം എന്ന് പറയും. പെട്രോസ് എന്ന് പറഞ്ഞാൽ വലിയ പാറ എന്നാണ് ദൈവമക്കളെ അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. താൻ പേര് പോലും മാറ്റി ഹല്ലേലൂയ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നിന്ന ഈ സന്ധ്യവേളയിൽ ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ള എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, പുതുവർഷത്തിൽ നല്ലൊരു തീരുമാനമെടുക്കണം. എൻ്റെ കർത്താവ് പറഞ്ഞ ഏത് കാര്യവും ഞാൻ അനുസരിക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനോട് ചോദിക്കാതെ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു കാര്യം ഞാൻ ചെയ്യുകയില്ല എന്ന് നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം. അങ്ങനെ നാം തീരുമാനിച്ചാൽ നിശ്ചയമായും നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം അത് വിജയത്തിലെത്തിക്കും. അല്ലെങ്കിൽ അത് നമുക്ക് പരാജയമാവുകയില്ല എന്ന് ഞാൻ ഇന്ന് ഈ സമയം നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ. ആകയാൽ നാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമ്മുടെ ഹൃദയത്തെ നാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഇവിടെ ഹല്ലേലൂയ നമുക്കറിയാം ശീമോൻ യേശുവിനോട് പറഞ്ഞത് എന്താണ്? കർത്താവേ ഹല്ലേലൂയ അല്ലെങ്കിൽ യേശുവേ രാത്രി മുഴുവനും കഷ്ടപ്പെട്ടു, ഒന്നും അകപ്പെട്ടില്ല, ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, തൻ്റെ കൈ എംറ്റിയാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് താൻ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവമക്കളെ കർത്താവിൻ്റെ അരികിലേക്ക് നാം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മാത്രമേ കർത്താവിനോട് പറയാവൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉള്ളയും ഒന്ന് വെളിയുമായിട്ട് കർത്താവിൻ്റെ അടുത്ത് നിൽക്കരുത്. അങ്ങനെ നമ്മൾ നിന്നാൽ നിശ്ചയമായും ദൈവമക്കളെ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് എന്താണ് പറഞ്ഞത്? ആഴത്തിലേക്ക് വല ഇറക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഴത്തിലേക്ക് വല ഇറക്കുവീൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ദൈവമക്കളെ എന്താണ് ആഴം? ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴമാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഇന്നേക്ക് അനേക ആയിരങ്ങൾ കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകുന്നു. ഞാൻ കാര്യം പറയട്ടെ, ഇന്നേക്ക് ഹല്ലേലൂയ അനേകർ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എവിടെയാണ്? കരയ്ക്ക് നിന്നുകൊണ്ട് അവർ ചൂണ്ടയിടുക, അല്ലെങ്കിൽ കരയ്ക്ക് നിന്നുകൊണ്ട് വലയിടുക. നിശ്ചയമായും നിങ്ങളുടെ വലയിൽ മീൻ അകപ്പെടുകയില്ല എന്നത് വ്യക്തമായി ഞാൻ പറയട്ടെ. കർത്താവ് പറയുക, ആഴത്തിലേക്ക് നീ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം പ്രിയരെ. എങ്കിൽ മാത്രമേ ഈ നാളുകളായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. കർത്താവിൽ നിന്ന് ഹല്ലേലൂയ നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നത് ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ നാം കർത്താവിന് ഒരുക്കി കൊടുക്കണം പ്രിയരെ. ഇന്നേക്ക് അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അനേക ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ സേവ് ചെയ്ത് വെച്ചിരിക്കുക ഹൃദയത്തിനകത്ത്. ഈ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഹൃദയത്തിനകത്തിരിക്കുക. ഇതെല്ലാം ഡിലേറ്റ് ചെയ്യാതെ, ഇതെല്ലാം ക്ലിയർ ചാറ്റ് ചെയ്യാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നിന്നാൽ ഒന്നും ലഭിക്കുകയില്ല. അത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയട്ടെ. ആകയാൽ ദൈവമക്കളെ കർത്താവിന് പ്രവർത്തിക്കുവാൻ ഹൃദയത്തെ നാം ഭാഗമാക്കി കൊടുക്കണം, ഹൃദയത്തെ ഒരുക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവ് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ? കുഞ്ഞുങ്ങളെ, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ പല വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതല്ല കർത്താവ് ചോദിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും പലരുടെയും സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചില അമ്മച്ചിമാർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ ദൈവം നമ്മെ പോറ്റി പുലർത്തിയെന്ന് പറയും. ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ എന്നുള്ളത് ഞാൻ സാക്ഷ്യം പറയുന്ന കാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ ദൈവം പുലർത്തി എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അതിനൊന്നും അവർക്ക് മാറ്റങ്ങൾ വരുന്നില്ല. അവർ ദൈവസന്നിധിയിൽ അവർ മാറാനും ശ്രമിക്കുന്നില്ല. ദൈവമക്കളെ, പുതിയ പുതിയ കൃപകളും വരങ്ങളും ദൈവം തരണമെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കണം. കർത്താവിൽ നിന്ന് പുതിയ വരങ്ങൾ, പുതിയ കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, നാം യാചിക്കണം, നാം ദൈവത്തോട് ചോദിക്കണം. എങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആകയാൽ ഈ പുതിയ വർഷത്തിൽ ദൈവത്തോട് നാം ചോദിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. കർത്താവേ, വചനം വായിക്കുവാനുള്ള മനസ്സെനിക്ക് വേണം, പ്രാർത്ഥിക്കുവാനുള്ള കൃപ എനിക്ക് വേണം, അനേകർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വരം എനിക്ക് തരണമപ്പ എന്ന് നമുക്ക് ചോദിക്കണം ദൈവത്തോട്. അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് മാറിപ്പോകും, അകന്നു പോകും ദൈവമക്കളെ. ആകയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കൊണ്ടുവരേണ്ടത് പുതിയ മീനുകളെയാണ്. ഇപ്പോൾ പിടിച്ച മീനാ കർത്താവ് ചോദിക്കുന്നത്, അല്ലാതെ പഴയ മീനും ചത്ത മീനും വറുത്ത് വെച്ച മീനും ഒന്നും അല്ല കർത്താവ് ചോദിക്കുന്ന. ജീവനുള്ള മീനാണ് വേണ്ടിയതെന്ന് വെച്ചാൽ ഇപ്പോൾ പിടിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് ഇപ്പോൾ പിടിച്ചത്? ഹല്ലേലൂയ. നാം ആത്മീക കടലിലേക്ക് നാം ഇറങ്ങുമ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ എത്ര മീനുകളെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു?
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര മീനുകളെ പിടിച്ചു നിങ്ങൾ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ആത്മീക ഗോളത്തിൽ നിങ്ങൾ അനേകർക്ക് കർത്താവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ വാതിലുകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത്, എങ്ങും അടഞ്ഞു പോയിട്ടില്ല. ആകയാൽ നമ്മൾക്ക് ഹല്ലേലൂയ നമ്മുടെ പിതാവിനെ കുറിച്ച് സാക്ഷീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മീനുകൾ പിടിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ചത്ത മീനല്ല ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ജീവനും ചൈതന്യമുള്ള മീനുകളായി ചലിക്കുന്ന പ്രാണികളായി മാറണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഈ 2021 ആണ്ട് അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. അനേകർക്ക് അത് പ്രയോജനമായി മാറട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ഗോളത്തിൽ നാം ഒരു തരത്തിലും നാം അധപ്പതിച്ചു പോകുവാനല്ല ജീവിക്കുന്ന ദൈവവൈതലെ കൃപകളും വരങ്ങളും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകയാൽ നമ്മെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദൈവമക്കളെ, വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാനത് വായിക്കുവാനായിട്ടല്ല, ഹല്ലേലൂയ, ഏലിയാവിന്റെ ചരിത്രം നമുക്ക് ശരിക്കും അറിയാം. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പായിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഏലിയാവ് എലീശയോടൊരു ചോദ്യം ചോദിച്ചതുണ്ട്. ഹല്ലേലൂയ, എന്നെ യഹോവയായ ദൈവം എടുത്തു കൊള്ളപ്പെടും, എന്നാൽ ഹല്ലേലൂയ അതിനു മുമ്പായി നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, ഞാൻ എന്ത് ചെയ്ത് തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കളെ, എന്നാൽ എലീശ പറയുന്നത്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ വേറെ ഒന്നും ചോദിച്ചില്ല. നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആത്മീയ ഗോളത്തിൽ നാം തകർന്നു പോകും. വിശ്വാസമാകുന്ന പടകിൽ നാം തകർന്നു പോകും ദൈവമക്കളെ. ആകയാൽ പ്രൈസ് ദി ലോർഡ്, ഈ എലീശയെ പോലെ നാം ദൈവത്തോട് ചോദിക്കണം, ഇരട്ടി പങ്ക് എനിക്ക് തരണമേ എന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന എലീശ പറയാ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമേ എന്ന്. ഏലിയാവ് പറയുകയാണ്, നീ ചോദിച്ച കാര്യം വളരെ കഷ്ടമുള്ള കാര്യമാണ്, എങ്കിലും യഹോവയായി ദൈവം എന്നെ എടുത്തു കൊള്ളപ്പെടുന്നത് നീ കാണുന്നു എങ്കിൽ നിശ്ചയമായി നിനക്ക് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, അങ്ങനെ ഹല്ലേലൂയ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വന്ന് ഈ ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അതുപോലെ തന്നെ എലീശ കാണുകയുണ്ടായി. പറഞ്ഞതുപോലെ തന്നെ എലീശയ്ക്ക് കാണുവാൻ കഴിഞ്ഞു. നോക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എലീശ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഏലിയാവ് തൻ്റെ സാൽവ എടുത്ത് പുതപ്പെടുത്ത് എലീശയുടെ മേൽ ഹല്ലേലൂയ ഇട്ടുകൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എലീശ എന്താണ് ചെയ്തത്? എലീശ പറയുക, എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് താൻ നിലവിളിക്കുക. പുതപ്പ് തൻ്റെ മേൽ വീണപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തൻ്റെ വസ്ത്രം വലിച്ചു കീറി പുതിയ പുതപ്പ്, പുത്തൻ അഭിഷേകം പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ എലീശയുടെ മേൽ ഹല്ലേലൂയ വരികയാണ്. ഹല്ലേലൂയ. ഏലിയാവിനേക്കാൾ ഇരട്ടി അനുഗ്രഹമാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിനേക്കാൾ ഇരട്ടി അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ എലീശ ചെയ്തെന്താണ്? ഹല്ലേലൂയ. താൻ ഈ പുതപ്പെടുത്തുകൊണ്ട് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ താൻ യോർദാനിലേക്ക് ഓടി. ഹല്ലേലൂയ. അവിടെ ഈ പുതപ്പെടുത്ത് വെള്ളത്തെ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, യോർദാൻ രണ്ടായി പിൻവാങ്ങി പോകുന്ന ഒരവസ്ഥ കാണുവാനായിട്ട് കഴിയുന്നു. ജീവിക്കുന്ന ദൈവ പൈതലേ, ഈ പുതിയ വർഷത്തിലേക്ക് നാം ഹല്ലേലൂയ എത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാലുകുന്നിയിരിക്കുന്ന നമുക്ക് ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് വല വീശുമ്പോൾ, ആഴത്തിലേക്ക് വല ഇറക്കുമ്പോൾ നിശ്ചയമായും പെരുത്ത മീൻകൂട്ടം അകപ്പെടുവാനായിട്ടിടയെത്തരും. ആകയാൽ വചനത്തിലേക്ക് നാം കടക്കാം. വചനത്തിൻ്റെ ആഴമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലേ ദൈവ മക്കളെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ വർഷത്തിൽ കടൻ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്, ദുഃഖങ്ങൾ ഉള്ളവരുണ്ട്. ഹല്ലേലൂയ. രോഗികളായി കഷ്ടപ്പെടുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വിധമാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെയും ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ അനേകർ അത് ഫേസ് ചെയ്യുന്നവരാണ്. അവർക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ സ്വർഗീയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ആത്മീയ ഗോളത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും.
ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ നല്ല തീരുമാനമെടുത്ത കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നല്ല തീരുമാനമെടുക്കാം. നമുക്ക് ഹല്ലേലൂയ ദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശനിവാസികൾക്കായി പ്രാർത്ഥിക്കാം. രക്ഷിക്കപ്പെടാതിരിക്കുന്ന അനേകരുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. യേശു ആരെന്ന് പോലും അറിയാത്ത അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ നാളുകളായി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നാം മുന്നേറുമ്പോൾ, ശക്തിപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, കർത്താവ് നമ്മെ മാത്രമല്ല, നാം ആയിരിക്കുന്ന നമ്മളെ ചുറ്റുമുള്ള സമൂഹത്തെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെയും ഹല്ലേലൂയ കർത്താവ് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നൊക്കെ അനേക ആയിരങ്ങൾ ഹല്ലേലൂയ കൊറോണ വന്ന് അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമക്കളെ. അനേകർ ഐസൊലേഷൻ വാർഡിലും മറ്റുമൊക്കെ അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും എൻ്റെ റിസൾട്ട് എന്താണ് എനിക്ക് വരാൻ പോകുന്നെന്ന് മരണഭീതിയിലും ആശങ്കയിലുമായി കഴിയുന്ന എത്രയോ അനേകായിരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ ദൈവമക്കളെ? കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി കർത്താവ് വിടുവിക്കുവാൻ വല്ലമ്മയുള്ള കർത്താവാണ്. പ്രൈസ് ദി ലോർഡ് നമ്മുടെ ദൈവം. ആകയാൽ നല്ല തീരുമാനമെടുത്ത്, ഉറച്ച തീരുമാനമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അനേകം മീനുകൾ പ്രൈസ് ദി ലോർഡ് ഈ കടലിലുണ്ട് ദൈവമക്കളെ. കരയിൽ നിന്നുകൊണ്ട് മീനെ പിടിക്കുവാൻ കഴിയത്തില്ല എന്നത് ഞാൻ വ്യക്തമായി പറയട്ടെ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അനേകരെ സത്യത്തിൽ വഴി നടത്തുവാൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ഹല്ലേലൂയ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആ ദൈവം നമ്മെ എത്രമാത്രം അത്ഭുതകരമായി വഴി നടത്തി പ്രിയരെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കും അനേകർ മരിച്ചു പോയില്ലേ എന്ന്. ഹല്ലേലൂയ. ശരിയാണ്. പ്രൈസ് ദി ലോർഡ് അനേകർ മരണമടയുകയുണ്ടായി. എങ്കിലും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ജീവനോടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ നല്ല ഉറച്ച തീരുമാനമെടുക്കാം. പുതിയ വർഷം ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യവും ചെയ്യുവാൻ ഇടവരരുതേ എന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല തീരുമാനമെടുക്കാൻ നമുക്ക് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കറിയാം 2 പടകാണ് നമ്മൾ അവിടെ കണ്ടത്. ആ 2 പടകും നിറച്ചെടുക്കുവാനായിട്ട്, അതായത് 2 പടകിലും ഹല്ലേലൂയ നിറയ്ക്കുവാൻ അതുപോലും അത്രയും മീനുകൾ ഹല്ലേലൂയ അതിൽ കയറുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അല്പത്തെ കൊടുത്തല്ല, ഇരട്ടി അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ഏറ്റെടുക്കുവാൻ കഴിയുന്ന നിങ്ങൾക്ക് ഒരു ആമേൻ പറയാൻ കഴിയുമോ? കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് ഈ വർഷം ഹല്ലേലൂയ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തരായ ദൈവത്തിന് മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമക്കളെ. കഴിഞ്ഞ വർഷം വന്നതുപോലുള്ള നിരാശകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ ഹല്ലേലൂയ നമുക്ക് വരാതിരിക്കുവാൻ തക്കോണം കർത്താവ് നമ്മളെ ഹല്ലേലൂയ കർത്താവ് നമ്മെ സഹായിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുവിശ്വാസികളെ, നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരെ ഹല്ലേലൂയ എല്ലാവരെയും കർത്താവ് കാത്തു സൂക്ഷിക്കേണ്ടതിനായി നമ്മൾ ഒരാൾ മതി. പ്രാർത്ഥിക്കുക. ദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, പ്രതികൂലങ്ങളിൽ ആശ്വാസദായകനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും തളർന്നു പോകാതെ വണ്ണം ഹല്ലേലൂയ പ്രിയരെ, നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ നിങ്ങളായിരിക്കുന്നുവോ ആ കർത്താവിനെ മുറുകെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ചിലർ കടൻ ഭാരങ്ങളുള്ളവർ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അരികിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? തലമുറയില്ലാത്തവർ ഹല്ലേലൂയ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പല സഹോദരങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. യേശു കർത്താവിനെ പ്രവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിക്കായി നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ നിങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുമോ? രോഗം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ താളടിയാക്കുന്ന ഒരു വിഷയമെങ്കിൽ ഹല്ലേലൂയ ദൈവ പൈതലെ, രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പൂർണ്ണമായും ഹല്ലേലൂയ നിങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ഹല്ലേലൂയ സഹായിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഈ ലോക വൈദ്യന്മാരെക്കാൾ ശ്രേഷ്ഠ വൈദ്യൻ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ദൈവമക്കളെ, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരുമായിട്ടുള്ള സകലർക്കും വിടുതലുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം സകല മനുഷ്യർക്കും അത് ഹല്ലേലൂയ അത് സ്യൂട്ടാണ് ദൈവമക്കളെ. ആർക്കും യേശുവിൻ്റെ രക്തം അത് പോരാതത് അല്ലെങ്കിൽ ഇത് പറ്റുകയില്ല എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. നമുക്കറിയാം, ഒരു രോഗി ഹോസ്പിറ്റലിൽ കിടന്നാൽ ദൈവമക്കളെ നമുക്കറിയാം ഹല്ലേലൂയ ബി പോസിറ്റീവ്, ഓ പോസിറ്റീവ്, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള നമ്മൾ ബ്ലഡ് ഗ്രൂപ്പുകൾ പറയുന്നു. എന്നാൽ ചിലത് കേൾക്കുന്നില്ലേ, ഈ ബ്ലഡ് ഗ്രൂപ്പ് ശരിയാകത്തില്ല, ഇത് സ്യൂട്ടാകുന്നില്ല എന്ന്. ദൈവമക്കളെ, നാസറനായ യേശു കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ടു
ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ച ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ കർത്താവിൻ്റെ കടേസി തൊട്ട് രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ രക്തത്തിൻ്റെ വിലയാ ഇന്നെനിക്ക് നിങ്ങളും ഞാനും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ രക്തം സകല മനുഷ്യർക്കും അത്, ഹല്ലേലൂയ, അത് മതിയായത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രതികൂലങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആകയാൽ ഹല്ലേലൂയ, കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, ഈ പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പുതിയ പ്രതിഷ്ഠകളും തീരുമാനങ്ങളും എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. ഞാൻ ഒരു കാര്യം ഇതിനിടയിൽ ഒന്ന് ചോദിച്ചോളട്ടെ. കഴിഞ്ഞ വർഷം ജനുവരി മാസം നിങ്ങൾ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തവരാ. എല്ലാം നിങ്ങൾ ചെയ്തു തീർത്തോ ദൈവമക്കളെ? എന്തെങ്കിലും തവണയായിട്ട് വന്നോ? അതോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിരുന്നോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിന്തിച്ച് നോക്കുക. ഇന്ന് ഈ വൈകിയ വേളയിൽ കർത്താവേ, ഞാൻ അങ്ങയോട് പറഞ്ഞ കാര്യങ്ങൾ അത് എനിക്ക് നിവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഏതെങ്കിലും വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. പുതിയ വർഷം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമമിടുകയാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെയും എന്നെയും എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഇപ്പോൾ ഇവിടെ കേട്ടതായ വചനം അങ്ങയുടേത് അപ്പാ. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ ഞങ്ങൾക്കിവിടെ സാധ്യമായി. കർത്താവെ, അനേക ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ വചനം അത്, ഹല്ലേലൂയ, അനേകർക്കത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആശ്വാസദായകനായി പ്രതികൂലങ്ങളിൽ ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമായി, ഹല്ലേലൂയ, ഇന്നുവരെയും ഞങ്ങളെ വഴി നടത്തിയൊരു പിതാവ് ഉള്ളതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ, പത്രോസിനെ പോലെ, അല്ലെങ്കിൽ കർത്താവ് ശിമോൻ പറഞ്ഞത്, ഹല്ലേലൂയ, അയ്യരേ, രാം മുഴുവതും കഷ്ടപ്പെട്ടേൻ ഒന്നും അകപ്പെടവില്ലേ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ പെരുത്താമീൻ കൂട്ടമുണ്ടാകുവാനിടയായി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം, സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പൂർണ്ണമായി ഞങ്ങളെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഈ കേട്ട വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. കഴിഞ്ഞ വർഷം കഴിഞ്ഞുപോയി. എന്നാൽ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ വർഷം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ശാപങ്ങളും നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇടപെടട്ടെ. ഓരോ വ്യക്തി ജീവിതങ്ങളോട് കർത്താവ് സംസാരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പുതിയ പ്രതിഷ്ഠകളും പുതിയ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ആ പൊന്നപ്പൻ്റെ പാദപീഠത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയേറെ അനുഗ്രഹങ്ങളും നന്മകളും തന്ന ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലുള്ള എൻ്റെ എല്ലാ അഡ്മിന്മാർക്കും, എൻ്റെ എല്ലാ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകളും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.